അതെ, തമ്പനയിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന കാര്യം ശരി തന്നെയാണ്. ഈ അക്കാഡമിക് ഇയറിൽ +1 സയൻസിൽ തോൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം ഡിഫിക്കൽട്ടായിരുന്നു എന്നൊരു പരാമർശം ഒരുപാടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഡിഫിക്കൽട്ട് ആയിരുന്നില്ല, പക്ഷേ അതിന് മുന്നുള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. ഇത് കൂടുതൽ സബ്ജക്റ്റിലോട്ട് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ വർഷത്തെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയിലും എല്ലാ സബ്ജക്റ്റിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലുള്ള വ്യത്യാസം റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ചാപ്റ്റർ ജനറലായിട്ടുള്ള എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്സ് മാത്രം പഠിച്ചതുകൊണ്ടോ ഒന്നും തന്നെ നമുക്ക് നേടാൻ സാധിക്കില്ല. അതായത് തോൽവികളുടെ എണ്ണം വളരെ കൂടാൻ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാരണമായേക്കാം. മാത്രമല്ല, നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വന്നിട്ടേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തുമ്പോൾ ഈ +1 എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഈ +1 പബ്ലിക് എക്സാമിലോട്ട് എത്തിയിട്ടുണ്ടായിരിക്കും. അതിന് മുൻപുണ്ടാകുന്ന പല യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, പല എക്സാമുകളിലെല്ലാം തന്നെ നിങ്ങളുടെ മാർക്ക് വളരെ കുറവായിരിക്കും. ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ എടുത്തു പറയാം, 10ാം ക്ലാസ്സിൽ നീ നല്ലപോലെ പഠിച്ചു, +1 ഇപ്പോൾ നീ നല്ലപോലെ ഉഴപ്പാൻ തുടങ്ങി എന്ന് ഒരുപാട് പേർ നിങ്ങളെ കുറ്റപ്പെടുത്തും. അത് കേൾക്കാൻ കൂടെ നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് നിങ്ങൾ കടന്നു പോകേണ്ടി വരും. നിങ്ങളെ കൊണ്ട് പറ്റുന്നതല്ല ഈ +1 സയൻസ് +2 സയൻസ് എന്ന് തോന്നിപ്പോയേക്കാം. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏട്ടന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ +1 എന്താണെന്ന് ആദ്യം മുതൽ തന്നെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച സയൻസ് അല്ലല്ലോ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സയൻസ് നിങ്ങൾ തോന്നിയേക്കാം. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് അല്ല, 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയോ മാത്സോ ഒന്നും തന്നെയല്ലോ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയേക്കാം. ഇതൊക്കെ എങ്ങനെയാണ് മുഴുവനായി പഠിച്ചു തീർത്ത് ഈ +1 ഒന്ന് പാസ്സാവുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ഉറപ്പായും നിങ്ങൾ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്കോ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കില്ല. എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ഞങ്ങളടക്കമുള്ള ആളുകൾക്ക് മുൻ വർഷങ്ങളിൽ അനുഭവപ്പെട്ട ഈ ഒരു കാര്യം നിങ്ങൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. +1 സയൻസ് എന്താണെന്ന് ആദ്യം മുതൽ തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഒരു അക്കാഡമിക്കിലെ മുഴുവൻ കാര്യങ്ങളും എങ്ങനെയാണ് പഠിച്ചു തീർക്കുക എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം. കൃത്യമായിട്ടുള്ള ആ സ്റ്റഡി പ്ലാനുമായിട്ട് സൈലത്തിൻ്റെ മുഴുവൻ ടീച്ചേഴ്സും ഈ മാസം 30ാം തീയതി വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ വരുന്നുണ്ട്. ആ ലൈവിൻ്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കയറി എല്ലാവരും ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ എനേബിൾ ചെയ്ത് വെക്കുക. ആ ലൈവിൽ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം. കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടെ +1 നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാവുന്നതാണ്. നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുന്നതിന് എത്രയോ ദിവസം മുൻപ് തന്നെ ഈ +1 സയൻസ് പഠിച്ചു തുടങ്ങിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. അത് നമ്മുടെ അഗ്നി ബാച്ചിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. നിങ്ങളിപ്പോഴും ഈ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. ഈ കാണുന്നതാണ് അഗ്നി ബാച്ചിൻ്റെ ഫീച്ചേഴ്സും ഫീസ് സ്ട്രക്ചറും എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ട്യൂഷൻ പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് +1 അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ അതിൽ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. ഓക്കെ.